എക്സ്ട്രാ മാരിറ്റൽ എന്ന് പറയുന്നത് ദർ ഇസ് എ തേർഡ് പാർട്ടി ഇൻ ദ മാരേജ്. എപ്പോഴും ആ തേർഡ് പാർട്ടിക്ക് ഒരു സ്പേസ് അവിടെ ഉണ്ടാവുന്നത് ഈ മാരേജ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. ഇപ്പം ആ ഒരു ഹെൽത്തി സ്പേസിലാണ് ഹസ്ബൻഡ് വൈഫ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു തേർഡ് പേഴ്സൺ ഉള്ള സ്പേസ് ഇല്ല. ഐദർ ഹസ്ബൻഡ് ഓർ വൈഫ് രണ്ട് പേർക്കാണെങ്കിലും അവിടെ ഒരു നോട്ട് ഇനഫ് സ്പേസ്, ഐ ആം നോട്ട് ഇനഫ് എന്നുള്ള ഒരു സ്പേസിൽ നിന്ന് വരുമ്പോഴാണ് ആ ഒരു റിലേഷൻഷിപ്പിന് ഇങ്ങനെയുള്ള ഒരു തേർഡ് പേഴ്സണ് അവിടെ ഒരു സ്പേസ് ഉണ്ടാവുന്നത്. ഇവര് തമ്മിലുള്ള ആ ഒരു സേഫ് സ്പേസ് ഉണ്ടാവില്ല, അവിടെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ആ സ്പേസിലാണ് അവര് വേറൊരു പുറത്ത് ഒരു സേഫ്റ്റി അല്ലെങ്കിൽ വാട്ട് ആർ ദ അൺമെറ്റ് നീഡ്സ് ഹിയർ അത് മീറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കണ്ടെത്തുന്നത്. അപ്പോൾ അതിനും തീർച്ചയായിട്ടും നമ്മുടെ ബിലീഫ് സിസ്റ്റമായിട്ട് കണക്ഷൻ ഉണ്ട്. ഞാനൊരു ഐ ആം നോട്ട് ഇനഫ് എന്നുള്ള സ്പേസിൽ നിന്നാണ് ഞാനൊരു മാരേജിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്പേസിൽ നിന്നാണ് ഞാനത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈവൻ ഇഫ് അതൊരു ഹസ്ബൻഡിനാണ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉള്ളതെന്ന് വിചാരിക്കും, ദർ ഇസ് എ പാർട്ട് ഇൻ വൈഫ് ഓൾസോ വിച്ച് ഇസ് ക്രിയേറ്റിംഗ് ദാറ്റ് എക്സ്പീരിയൻസ് ഇൻ ദ മാരേജ്. എല്ലാം കോ ക്രിയേഷൻ ആണ്. നമുക്ക് ഒരാളെ മാത്രമായിട്ട് അവിടെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. എവറിത്തിങ് ഇസ് എ കോ ക്രിയേഷൻ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിന് ഞാൻ റെസ്പോൺസിബിലിറ്റി എടുക്കുക. ഞാൻ എന്താണോ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എൻ്റെ മാരേജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. എപ്പോഴും അത് അതർ പേഴ്സൺ, ഓപ്പോസിറ്റ് പേഴ്സണിലേക്കുള്ള ഒരു ബ്ലെയിം ആയിട്ടാണ് പോവുക. നമ്മൾ അവിടെ പുറമേ കാണുന്ന ആക്ഷൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ബട്ട് ഫ്രം വാട്ട് സ്പേസ് ഐ ആം ക്രിയേറ്റിംഗ് ദിസ് എക്സ്പീരിയൻസ്, അതിലാണ് നോക്കേണ്ടതും. എന്നാൽ മാത്രമേ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ.